ഡങ്കി ബോളിവുഡിൽ നിന്ന് ക്രിസ്മസ് റിലീസായിട്ട് എത്തിയ സിനിമയാണ്. ഷാറൂഖ് ഖാൻ SRKയുടെ സിനിമയാണ്. രാജ്കുമാർ ഹിറാനിയാണ് സംവിധായകൻ. കിടിലം കാസ്റ്റിനുണ്ട്. തപ്സി പന്നു, വിക്കി കൗശൽ, ബോമൻ ഇറാനി, അങ്ങനെ നമുക്കറിയാവുന്ന ഒരുപാട് പേര് ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. ഈ തപ്സി പന്നു ഒക്കെ ത്രൂ ഔട്ട് ആണ്. ഈ സിനിമ ഒരു എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് ജോണർ നമുക്ക് വേണം പറയാം. ഫസ്റ്റ് ഹാഫ് ഫൺ മോഡിലും സെക്കൻഡ് ഹാഫ് ഇമോഷണൽ മോഡിലുമാണ് പോകുന്നത്. അതേസമയം സെക്കൻഡ് ഹാഫ് ഇമോഷണൽ ആണെങ്കിൽ തന്നെ അതിന് ഇടയ്ക്കിടയ്ക്ക് ഫണ്ണി സീൻസ് വരുന്നുണ്ട്. അതേസമയം ഫസ്റ്റ് ഹാഫ് മെയിൻ കോമഡി ആണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് വർക്കായി. കുറേ സീൻസ് ഒരുപാട് ചിരിച്ചു. മൊത്തത്തിൽ മറ്റേ ലുട്ടുപുട്ടുകയ സോങ്ങൊക്കെ നല്ല വൈബായിരുന്നു തിയേറ്ററിൽ. അങ്ങനെ ഫസ്റ്റ് ഹാഫ് സെറ്റായിരുന്നു. ഇൻ്റർവെല്ലിൽ ഒരു ചെറിയ ഷോക്കിംഗ് സാധനമൊക്കെ ആയിട്ടാണ് തീരുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു ഇമോഷണൽ ഒരു ജേണിയാണ് സെക്കൻഡ് ഹാഫിൽ. നമുക്ക് ട്രെയിലർ കണ്ടാൽ തന്നെ മനസ്സിലാവും. സെക്കൻഡ് ഹാഫ് ഓക്കേഷാണ്. എനിക്ക് ഭയങ്കര ഫസ്റ്റ് ഹാഫിന് റേഞ്ച് തോന്നിയില്ല. കാരണം സെക്കൻഡ് ഹാഫിൽ ഇവർ ഈ ട്രാവൽ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് എത്തിയിട്ടുള്ള കുറച്ച് ഇതുണ്ട്, സീൻസ് ഉണ്ട്. അവിടെ കുറച്ചും കൂടെ എങ്ങനെയാണ് എഴയുന്നല്ല, നമുക്ക് ലാഗെന്നല്ല, ഗതാഗതി ഒന്നും നീങ്ങുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കൂടെ അവിടെ ട്രൈ ചെയ്യാമായിരുന്നു തോന്നി. ഒരേ ഇത് ചുറ്റിപ്പറ്റി തന്നെ കുറച്ച് സമയം കളയുന്നതായിട്ട് തോന്നി. അത് കഴിഞ്ഞ് പിന്നെ അവസാനത്തെ ഒരു അരമണിക്കൂർ വീണ്ടും ട്രാക്കിലോട്ടാവുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു വൈബ് വരുന്നുണ്ട് അവസാനത്തെ ഒരു അരമണിക്കൂറിൽ. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ സിനിമയാണ്. ഇതിൽ പെർഫോമൻസ് ഒക്കെ കിഡു, SRK പൊളി, വിക്കി കൗശൽ കുറച്ചേ ഉള്ളൂ എങ്കിൽ പോലും അടിപൊളി, തപ്സി പന്നു കൊള്ളാം. എല്ലാവരും ഇവർ 2 ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് അവരുടെ പേര് അറിയത്തില്ല, അവരും ത്രൂ ഔട്ട് ഉണ്ട്. ഷാറൂഖ് ഖാൻ്റെ തപ്സിയുടെയും കൂടെ അവരും നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ കൊള്ളാം. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിലെ ചർച്ചിലൊരു സീൻ വരുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ. ഞാൻ പറഞ്ഞില്ല, സെക്കൻഡ് ഹാഫ് ഇമോഷനാണ് പ്രാധാന്യം. 1-2 കോമഡി ആക്സേ ഉള്ളൂ. അതിലൊന്ന് ചർച്ചിലെ ഒരു ഇതാണ്, അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഏറ്റവും മെയിൻ സാധനം ഫസ്റ്റ് ഹാഫിലെ IELTS ഇവർ എക്സാമിന് പോകുന്നുണ്ട്. അത് വേറെ റേഞ്ച് സീനായിരുന്നു. തിയേറ്ററിൽ ഫുൾ ചിരിയായിരുന്നു. പാട്ടുകൾ ഭയങ്കരമായിട്ട് വർക്കായി. എല്ലാ പാട്ടും ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് എല്ലാവരും ഈച്ച് ആൻഡ് എവരി വൺ തകർത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു മടുപ്പ് ഞാൻ പറഞ്ഞില്ല, സെക്കൻഡ് ഹാഫിലൊന്ന് എഴച്ചിലും പിന്നെ ഒരു മടുപ്പ്. ഇവരുടെ ഏജ്ഡായിട്ട് ട്രെയിലർ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഏജ്ഡ് ആകുമ്പോൾ ഇവരുടെ മേക്കപ്പ് ഇച്ചിരി ഓവറായിട്ട് എനിക്ക് തോന്നി. അത്രയ്ക്കും അത് ഇവർ ഏജ്ഡായെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷേ അത് കുറച്ച് മേക്കപ്പ് ശ്രദ്ധിക്കാമെന്നും തോന്നി. അതൊക്കെ പടം കാണാതിരിക്കാൻ വേണ്ടിയുള്ളൊരിതൊന്നുമല്ല. എന്തൊക്കെയായാലും പോയി കാണാം. ഇന്ന് കണ്ട 2 സിനിമ എനിക്ക് പൂർണ്ണമായിട്ടും സാറ്റിസ്ഫാക്ഷൻ തന്ന സിനിമകളാണ്. പിന്നെ രാജ്കുമാർ ഹിറാനയുടെ ബാക്കി പടങ്ങളായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്കും അതൊക്കെ ക്ലാസിക് കൾട്ട് പടങ്ങളാണ്. അത്രയ്ക്ക് എത്തിയോന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ കമ്പയർ ചെയ്യാൻ പോയില്ല. കാരണം അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകാത്തതാണ് നല്ലത്. കാരണം അല്ലാതെ ഒരു ഇൻഡിപെൻഡൻറ്റ് പടമായിട്ട് കണ്ടു കഴിഞ്ഞാൽ മസ്റ്റ് വാച്ച് സിനിമയാണ്. വെറുതെ അതുമായിട്ട് കമ്പയർ ചെയ്ത് അത്ര എത്തിയോ ഇല്ലയോ, ഇനി എത്തിയില്ലെങ്കിൽ എത്തിയില്ലല്ലോ അങ്ങനെ പറഞ്ഞ് നമ്മൾ നെഗ്ഗടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് നന്നായിട്ട് വർക്കായി. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. ഇന്ന് കണ്ട നേരിനും ഞാൻ 3.5 തന്നെയാണ് കൊടുത്തത്. കാരണം ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാത്തതാണ്. ഒരു വീക്ക് ഇറങ്ങുന്ന പടങ്ങൾക്ക് വേറെ റേറ്റിംഗ് ആണ് കൊടുക്കുന്നത്. കാരണം ഒരു കമ്പാരിസൺ എളുപ്പമാകാൻ വേണ്ടി. പക്ഷേ ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ടും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട പടങ്ങളാണ്. ഫെസ്റ്റിവൽ സീസണിന് രണ്ടും ഫാമിലീസായിട്ട് ഫ്രണ്ട്സായിട്ട് പോയി കണ്ടാലും ഇഷ്ടപ്പെടുന്ന സിനിമകളാണ്. മെജോറിറ്റിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളാണ് രണ്ടും, നേരായാലും ഡങ്കിയായാലും.